കുറച്ച് കഴിഞ്ഞിട്ട് തന്നാ മതിയാ? വേണ്ട, ഇപ്പൊ തന്നെ തരണം. എന്നിട്ട് വേണം ഞങ്ങൾക്ക് പടക്കൊക്കെ മേടിച്ചിട്ട് പൊട്ടിക്കാനായിട്ട്. ഡാ ഡാ ഡാ, പടക്കം മേടിച്ച് പൊട്ടിക്കാനാണോ പൈസ തരുന്നത്? ആ പൈസ സ്വരുക്കുടി വെച്ചിട്ട് എനിക്ക് നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടിട്ട് ഉപയോഗിച്ചൂടെ? എന്താ അമ്മേ, കൊല്ലത്തിൽ ഒരിക്കലല്ലേ പടക്കൊക്കെ പൊട്ടിച്ച് ആഘോഷിക്കുള്ളൂ, അതും വിഷുവിന്. എന്താ അമ്മേ, വാങ്ങട്ടമ്മേ. അതെ ചേച്ചി, രുദ്ര പറയുന്നതിന് കാര്യമുണ്ട്. ഓ മേടിച്ചോ, ഇനിയിപ്പൊ ഞാനല്ലേ തടസ്സായിട്ട് ഇരിക്കണില്ല. അല്ല പിന്നെ മക്കള് പോയിട്ട് കുളിച്ച് മാറ്റിട്ടാ. എന്താ ചേച്ചി അമ്മൂ പൈസ തരാത്തെ? എന്റെ പൊന്നെ, അമ്മൂ പൈസ തരുന്ന് പറഞ്ഞില്ലേ? തരില്ലാന്ന് പറഞ്ഞില്ലല്ലോ, തരുമായിരിക്കും. ഹലോ. അല്ല, എന്നോട് ഒരു കാര്യം പറഞ്ഞാലേ അത് കൃത്യമായിട്ട് ചെയ്യൂലല്ലോ നീ? എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ഓ ഇപ്പൊ പിടികിട്ടി. പടക്കെടുക്കാൻ പറഞ്ഞല്ലേ, ഞാൻ അതെടുക്കാൻ പറഞ്ഞു. എന്നിട്ടും എനിക്കൊരു കുറവില്ലല്ലോ. ജന്മനാ കിട്ടിയ ശീലല്ലേ, മാറ്റാൻ കഴിയൂല. എടാ രുദ്ര, ഒന്ന് പോയി എടുത്തു കൊണ്ടുവാടാ. കൊണ്ടുവരാമേ. ഒരു ഉത്തരവാദിത്തമില്ലാത്തൊരു സാധനം. അല്ല ഇതാര്? അല്ല പടക്കം പൊട്ടിച്ചാ? ഇല്ല ആ രുദ്രനോട് പറഞ്ഞിട്ടേ രുദ്ര എടുക്കാതെ വന്നിരിക്കുന്നെ. അവനിപ്പോ അത് എടുക്കാൻ പോയിട്ടുണ്ട്, എപ്പോഴാ വരെ അറിയില്ല. പിന്നെ ആന്റി ഹാപ്പി വിഷു. ആ ഹാപ്പി വിഷു മക്കളെ. പിന്നെ ആ പിള്ളേര് നിങ്ങളൊന്നും ഉപദ്രവിച്ചിട്ടില്ലല്ലോ? പിന്നെ ഇല്ല ചേച്ചി. ആ പറയേണ്ട ഭാഷയിൽ പറഞ്ഞപ്പോ ഓൾക്ക് മനസ്സിലായി കാണും. അതെ. അല്ല മിത്ര, ആ ചേച്ചി. ഓ അജുണ്ടാ? ആ അജയുണ്ട്. ആ പിന്നെന്തൊക്കെ? ഈ പിള്ളേരോട് ഞാൻ കുളിക്കാൻ പറഞ്ഞാണല്ലോ. കുളിക്കാൻ പറഞ്ഞാലോ ഇങ്ങോട്ട്? ഇങ്ങോട്ട് കുളിക്കാഞ്ഞേ? അത് പിന്നെ ഞങ്ങൾ പടക്കം പൊടിക്കാൻ വന്നിരിക്കുക. പടക്കൊക്കെ പിന്നെ പൊടിക്കാം, രാത്രി ഒന്ന് പൊടിച്ചാ പോരെ? ഇതിനപ്പോ പെട്ടെന്ന് പോട്ടെ, മാറ്റാൻ നോക്ക്. എന്താ അമ്മേ? ഓ അതൊന്നും സാരില്ല, പോട്ടെ, അവര് പൊട്ടിക്കട്ടെ, അവർ എൻജോയ് ചെയ്യട്ടെ. എന്റെ പൊന്നു മിത്രേ, എൻജോയ്മെന്റ് ഒക്കെ കൊള്ളാം. എല്ലാം കൂടി വരും മനസ്സിന് ചെവി പൊട്ടിക്കാനായിട്ട്. എന്നാ പിന്നെ സൗണ്ട് ഇല്ലാതെ പൊട്ടിക്കാം. അല്ല പിന്നെ കണ്ട അയറ്റുകളൊക്കെ നാവ് കണ്ട നാവ്, ഇവരോടൊക്കെ എങ്ങനെ സംസാരിക്കാം? പോട്ടെ ചേച്ചി, അവര് പൊട്ടിക്കട്ടെ. ഈ പ്രായത്തിലല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റൂ. നമ്മള് പ്രായക്കായാലേ എങ്ങനെ പടക്കും കാര്യങ്ങളൊക്കെ പൊട്ടിച്ച് ആഘോഷിക്കുക? എന്നാ പിന്നെ നിങ്ങൾ പടക്കും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചിരിക്കട്ടാ. അതൊക്കെ കഴിഞ്ഞ ശേഷം അമ്മ പറഞ്ഞ പോലെ പോയിട്ട് കുളിച്ചൊക്കെ മാറ്റണം ട്ടാ. അജയനോട് കൂടി പറഞ്ഞത്. പടക്കം വന്നേ. ഓ ആ പടക്കം ഇറക്കി വെക്ക്. എന്തിനാ ഇത്ര അഹങ്കാരത്തോട് സംസാരിക്കുന്നേ? ഞാനല്ലേ ഇത് കൊണ്ടുവന്നത്. ഓ ഇറക്കി വെക്കാൻ എനിക്കറിയാം. അപ്പൊ ഞാൻ പൊട്ടിക്കാൻ പോവാണിട്ടാ. എന്റെ പൊന്നു ചേച്ചി, ചെവി അങ്ങ് പൊട്ടിയല്ലേ? എടി പെണ്ണെ, പെട്ടെന്ന് വന്ന് നോക്ക്, അത് കത്തിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. അതേടാ അതെ, വളരെ മനോഹരമായിട്ടുണ്ട്. ചേച്ചിമാരെ നമുക്ക് ഒരു ഗുണ്ട് കൂടി പൊട്ടിച്ചേക്കിയാലോ? അയ്യോ അത് വേണോ രുദ്ര? നല്ല പേടിയുണ്ട് ചെവി പൊട്ടുവെന്ന്. കാരണം അമ്മ ശബ്ദല്ലേ അതുണ്ടാക്കിയേ. എന്തോന്ന് ചേച്ചി ഇത്? പടക്കമാകുമ്പോ പൊട്ടു ശബ്ദമൊക്കെ ഉണ്ടാവും. അത് പിന്നെ ഞാൻ ഭയങ്കര ശബ്ദം ഉണ്ടായതുകൊണ്ട് പറഞ്ഞതാ. എന്താ മഞ്ജു ഇത്? എന്താ വെറുതെ പടക്കം മേടിച്ച പോലെ ആവൂലേ? അതൊന്ന് പൊട്ടിക്കാനേ രാവിലെ അതൊക്കെ പൊട്ടിക്കാ, രാത്രി അങ്ങനെ പൊട്ടിക്കോ? എനിക്ക് പേടിയായിട്ടാ. ചേച്ചി ഇത്ര ഉള്ളായിരുന്നല്ലേ? സംസാരം കേട്ടതാണോ വല്ലെന്തോ സംഭവമാണെന്ന് പടക്കത്തെ പേടിച്ചിരിക്കുന്നെ. അതെ ചേച്ചി, ഈ മഞ്ജു ചേച്ചി ഇല്ലല്ലോ, പടക്കത്തെ പേടിക്കണ്ട, ഞാനിത് അമ്മയോട് പറഞ്ഞു കൊടുക്കും. നീ അത് പൊട്ടിക്ക, ചേച്ചി പേടിക്കട്ടെ. പേടിയോ? ആർക്ക് പേടി? പേടിയെന്ന് പറഞ്ഞില്ലല്ലോ, പൊട്ടുമ്പോ നമ്മൾ ചെവി പൊട്ടും, അതാ ഞാൻ പറഞ്ഞേ. അല്ല പേടിയെന്നൊന്നും അങ്ങനെ രീതിയിൽ പറഞ്ഞതല്ല ഞാന്. പിന്നെ ഇതൊരു ചെറിയ ഗുണ്ടല്ലേ, അല്ലാതെ ബോംബൊന്നല്ലല്ലോ. മതി ഷോ ആയിരിക്കാതെ. അതന്നെ. അല്ല സോന, ഇന്ന് രാത്രിക്ക് പടക്കം ഒന്നും ഉണ്ടാവൂലേ? ഞാൻ അങ്കിളിനോട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. ഓ ആണോ? എന്നാലേ എന്നെ വിളിക്കണം കേട്ടോ, ഞാനേ എന്റെ വീട്ടിലുണ്ടാവും. എന്താടാ നീ ഇവിടെ ഇരുന്നോ, നീ ഭക്ഷണം കഴിച്ചിട്ട് പോയാ മതി. എന്താ ചേച്ചി, അവിടെയും വിഷയം ഉണ്ടല്ലോ, അതുകൊണ്ട് ഫുഡ് കഴിച്ചിട്ട് വരാം. ഓ പടക്കം പിടിക്കാൻ മാത്രം നിന്നെ വിളിച്ചാൽ മതി എന്നല്ലേ? ശരി പൊക്കോ. എന്റെ പൊന്നേ, ഞാനേ ഇപ്പൊ വരാം മാറ്റിയിട്ട്. പിന്നെ സോന, നമുക്ക് കുളിക്കാൻ പോവാ, അല്ലെങ്കിലേ അമ്മേനെ അറിയാലോ. ഓ അതൊക്കെ അറിയാം, എത്ര കിട്ടിയത് നമുക്ക്. അല്ല രുദ്ര, നീ കുളിക്കണമെന്നില്ലേ? ഇന്നെങ്കിലും ഒന്ന്. അതെന്താ അങ്ങനെ സംസാരം? ഞാൻ കുളിക്കാതെ പോലെ? ഞാൻ കുളിക്കാൻ വരുന്നുണ്ട്, വാ പോവാ.
ഓ രുദ്ര വെറുതെ പറഞ്ഞതാ. ആഹാ മക്കളെല്ലാം ഒരുങ്ങിയിട്ടുണ്ടല്ലോ, കാണാൻ നല്ല ഭംഗിയുണ്ട്. ആ അതെ അതെ നല്ല രീതി ഒരുങ്ങിയിട്ടുണ്ട്. എന്തു ഭംഗിയല്ലേ കുട്ടികളെ കാണാനായിട്ട്. താങ്ക് യു, താങ്ക് യു. എന്നാ പിന്നെ നിങ്ങളോട് സംസാരിച്ചിരിക്കട്ടാ, ഞാനേ കുറച്ച് സദ്യക്കുള്ള സാധനങ്ങളൊക്കെ ഒരുക്കിട്ട് വരാട്ടാ. അമ്മയും നല്ല സുന്ദരിയായിട്ടുണ്ട്. അമ്മ ഇന്നൊരു പ്രത്യേക ഭംഗി അമ്മയ്ക്ക്. ഓ ആണല്ലേ, എനിക്കും തോന്നി. ഞാനേ കണ്ണാടിയിൽ എനിക്ക് എടുക്കാൻ തോന്നില്ല എന്റെ മുഖം കണ്ടിട്ടേ. എടി സോന, നീ അമ്മേന്റെ അടുത്തുനിന്ന് കുറച്ചധികം വിഷുക്കൈനീട്ടം കിട്ടാൻ വേണ്ടിട്ടല്ലേ നീ അടവൊക്കെ ചെയ്യുന്നത്? പിന്നെ എനിക്കതല്ല പണി. ചേച്ചിയുടെ മാറി ഒലിപ്പിക്കൽ പരിപാടിയൊന്നും എനിക്കില്ല. ഞാനേ ഉള്ളതുപോലെ പറയും, ചേച്ചിയുടെ മാറിയല്ല. ആരോട് ഒലിപ്പിക്കണേ? ആരാന്ന്? ചേച്ചി എന്നെ ചേച്ചിയല്ലേ ഓവറായിട്ട് സംസാരിക്കലേ. ഞാൻ ചേച്ചിയുടെ മാറിയൊന്നല്ല കേട്ടാ. ഞാനേ ഉള്ളതുപോലെ പറയുന്ന ഞാൻ പറഞ്ഞേ. എടി പെണ്ണെ, നീ എന്റെ അനിയത്തിയ, ഓക്കെ? അത് നീ മനസ്സിലാക്കണം. സംസാരിക്കുമ്പോ സൂക്ഷിച്ച് വേണം സംസാരിക്കാനായിട്ട്. പിന്നെ ചേച്ചി ആവാൻ പറ്റിയ ആള്. ചേച്ചി എപ്പോഴും എന്നെ വഴക്ക് പറയാറാ ചെയ്യാറ്. വഴക്ക് പറയല്ല, കുറച്ച് സ്നേഹമൊക്കെ തന്നാലേ ചേച്ചി എന്ന് ഞാൻ പറയുള്ളൂ. അല്ലാതെ എപ്പോഴും എന്നെ അടിക്കൊക്കെ ചെയ്താലേ ഞാൻ എന്തോ പറയണം? ഡി നീ അങ്ങ് ഓവർ ഷൈൻ ചെയ്യണ്ട കേട്ടോ. നീ ഒരു വലിയ ആളാന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. തുടങ്ങിയ നല്ലൊരു തുടങ്ങിയാലേ. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പറഞ്ഞത് ഇങ്ങനെ തിരക്കൂടി സംസാരിക്കാനല്ല, നല്ല രീതി സന്തോഷത്തോട് സംസാരിക്കാനാണ്. ഇതെന്തത് അമ്മേ? ചേച്ചി അവരുടെ വഴക്കിടാൻ വന്നേ. ആ നീലും കൂടി ഇന്റെ നെഞ്ചിട്ടോട്ട് വാ. അവളാ അമ്മേ. ആരായാലും ശരി, ഞാൻ ആദ്യം പറഞ്ഞതാ. നീ ഇവിടെ അങ്ങനെ തിരക്കോ വഴക്കോ വലത് കേട്ടാല് അമ്മ ഒരു വരവ് വരും. അതൊരു 1.5 വരവായിരിക്കും. നല്ലൊരു ദിവസമായിട്ട് അമ്മയുടെ ഒന്ന് വഴിക്കുന്നത് ഇത്ര നല്ല രസമാണോ? അത് പിന്നെ ആന്റി ഇവളാ. അല്ല ആന്റി, സോനയാ. ഓ എന്ത് കുന്തെങ്കിലും ആവട്ടെ. പിന്നെ ഇനി തിരക്കിടാണെങ്കിലേ അമ്മ ഉണ്ടല്ലോ നല്ലതിൽ അടിക്കും കേട്ടോ. പിന്നെ ഇവിടെ വഴക്ക് കേൾക്കാത്ത ആൾക്കാരൊന്നുമില്ല. ഞങ്ങൾക്കും വഴക്ക് കേട്ടിട്ടുണ്ട് എന്നും വിചാരിച്ചിട്ടോ ഇത്രയൊന്നും ഞാൻ കേൾക്കാറില്ല. നിങ്ങളെ പോലെ തല്ല് കൂടാറുമില്ല. വിഷു ദിവസമായിട്ട് ഇത്രേ തല്ല് കൂടേണ്ട ഒരു ആവശ്യം വരുന്നില്ലല്ലോ. പിന്നെ ചേച്ചി അനിയത്തിയുള്ള ബന്ധം എപ്പോഴും തല്ല് കൂടാനുള്ളതല്ല, പരസ്പരം സ്നേഹം കൂടി കൊടുക്കണം. ഇനി ഞങ്ങൾ വഴക്കുണ്ടാക്കില്ല ആന്റി. അയ്യോ അങ്ങനെയല്ല ഞാൻ പറഞ്ഞേ. വഴക്കുണ്ടാക്കണ്ടെന്നല്ല, വഴക്കൊക്കെ ഉണ്ടാക്കണം. പക്ഷേ ഞാൻ അതല്ല പറഞ്ഞത്. ഇന്ന് ഈ വിഷുവിന്റെ ദിവസത്തിനന്ന് വഴക്കൊന്നും ഉണ്ടാക്കാതെ നല്ല രീതിയിൽ പോവാ. ഓക്കെ. അല്ല മക്കളെ, രുദ്ര എവിടെ? ഞങ്ങൾക്ക് അറിഞ്ഞൂടാ ആന്റി, ഞങ്ങളടുത്ത് വന്നിട്ടില്ല. അപ്പൊ അവനെവിടെ പോയി? ഓ എന്റെ ആന്റി വിഷമിക്കേണ്ട, അവന് ഇവിടെ എവിടെയെങ്കിലും കാണും. അങ്ങനെ അവൻ പോവാൻ വഴിയില്ല. രാവിലെ പടക്കം പൊട്ടിക്കാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെ കുളിച്ച് മാറ്റി വന്നപ്പോ അവനെ കാണാനില്ല. അറിയില്ല ചേച്ചി, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവട്ടെ ആന്റി, പേടിക്കണ്ട. അല്ലെങ്കിൽ അവൻ ഈ വിഷുവിൻ്റെ അന്നേ കഴിഞ്ഞിടെന്താമേ പറഞ്ഞിട്ട് എൻ്റെ വൈതാരെ നടക്കും. ഇന്നിപ്പോ അതൊന്നും കണ്ടില്ല, അവനെ കാണാനില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചേ. എന്തായാലും ഞാൻ നോക്കട്ടെ ട്ടാ. പിന്നെ ആന്റി ഞങ്ങൾ തിരഞ്ഞു നോക്കാം, ഇവിടെ എവിടെയെങ്കിലും കാണും. ഓക്കെ